everyone, welcome to my channel. Lasya Creationsന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇഞ്ചിക്കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണതെന്ന്. അതിനാവശ്യമുള്ള സാധനങ്ങൾ പ്രധാനമായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ വലിയ 2 സ്പൂൺ ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും വലിയൊരു അച്ചാണ്, പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് ഇടില്ല, പകുതിയോളം ഇടുള്ളൂ. അത് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണ് പുളി വെള്ളം. പിന്നെ വേണ്ടത് കടുക് പൊട്ടിക്കാനുള്ള കടുക്, ഉലുവ, വേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ആവശ്യത്തിന് വെള്ളവും വേണം. അത്രയും മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം, തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കുക എന്നുള്ളതാണ്. ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക, പിന്നെ ഉലുവ, അതിനുശേഷം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി, ഉള്ളി, പിന്നെ പച്ചമുളക് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ പുളിയുടെ വെള്ളം പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിൽ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
ചേർക്കേണ്ട ശർക്കരയാണ്. ഞാൻ പറഞ്ഞ ശർക്കര അച്ചിൻ്റെ പകുതി ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ചേർത്താലും മതി. ഇതൊരു സ്വീറ്റ് ടേസ്റ്റ് വന്നാൽ മതി. ശർക്കര ഇല്ലെങ്കിലും പഞ്ചസാര മതി. തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം. തിളച്ച് ശർക്കര ഒന്ന് അലിഞ്ഞ് വരണം. നമ്മുടെ ഇഞ്ചിക്കറി ഇതാ റെഡി ആയി കഴിഞ്ഞാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയി കഴിഞ്ഞു. ഇതൊരു സ്വീറ്റ് ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. എന്നാൽ രസം പോലെ ഒഴിച്ച് കൂട്ടുകയും ചെയ്യാം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കാരണം നല്ല സ്വീറ്റ് ടേസ്റ്റ് ആയ കാരണം കൊണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ നല്ല വീഡിയോ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരയ്ക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.